ഒരാൾക്ക് 38,81,497 രൂപ കടമുണ്ട്. ആളുടെ കയ്യിൽ സ്വർണം ആഭരണമായി 120 ഗ്രാമുമുണ്ട്. അത് ഒരു വർഷത്തിൽ കൂടുതലാവുകയും ചെയ്തു. വരുമാനം വേറെ ഒന്നുമില്ല. ഉള്ളത് ഒരു കൊച്ചു വീടും സ്ഥലവും സ്വന്തമായി ഉണ്ട്. എങ്കിൽ ഇയാൾ സക്കാത്ത് കൊടുക്കുവാൻ അർഹനാണോ എന്നാണ് ഫീഡ്ബാക്ക് വഴി എന്ന ചോദ്യം. ഇവിടെ നമ്മൾ നോക്കേണ്ടുന്നത് അദ്ദേഹത്തിന് ഉള്ള ഈ ഭീമമായ കടം അത് ആൾക്ക് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ടോ എന്നതാണ്. ആൾക്ക് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം അത് കൊടുത്ത് തീർക്കുക എന്നതാണ് ഈ 120 ഗ്രാം സ്വർണം കയ്യിൽ വെച്ച് നിൽക്കുന്ന സമയത്ത് ആദ്യം ഈ സ്വർണം കൊണ്ട് ചെയ്യേണ്ടത് തന്റെ മേൽ ബാധ്യതയായിട്ടുള്ള കടം വീട്ടുക എന്നതാണ്. ഇത് മുഴുവൻ കൊടുത്താലും അദ്ദേഹത്തിന്റെ ബാധ്യത തീരൂല. എങ്കിലും ആദ്യം ഇത് കൊടുത്ത് തീർക്കുക എന്നതാണ് അദ്ദേഹം ചെയ്യേണ്ടുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സമയമായിട്ടുണ്ടെങ്കിൽ, കടം വീട്ടാനുള്ള സമയമായിട്ടുണ്ടെങ്കിൽ ആ സക്കാത്ത് കൊടുക്കുകയല്ല, മറിച്ച് അത് മറ്റൊരുത്തന്റെ പണമാണ് എന്റെ കയ്യിലുള്ളത്, അത് അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. സ്വർണമായിട്ടാണ് ഇരിക്കുന്നത് എങ്കിലും അത് പണം തന്നെയാണല്ലോ. അപ്പോ അദ്ദേഹം ഈ സ്വർണം പണമാക്കിയിട്ടോ അല്ലെങ്കിൽ സ്വർണമായിട്ടോ വീട്ടാനുള്ള ആൾക്ക് നൽകുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇത് അദ്ദേഹത്തിന്റെ സ്വത്തല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. എന്നാൽ ഈ പറഞ്ഞ സംഖ്യ വീട്ടാനുള്ള സമയമായിട്ടില്ല, അതല്ലെങ്കിൽ വീട്ടാൻ കൃത്യമായ സമയം പറഞ്ഞിട്ടില്ല, കടം നൽകിയ ആൾ ഇനിയും ദീർഘിപ്പിച്ച് നൽകാൻ തയ്യാറുമാണെങ്കിൽ ഇതിന്റെ സക്കാത്ത് അദ്ദേഹം കൊടുത്തു തീർക്കണം. ഇതാണ് അവിടെ ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു.